അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വോയിസ് ഓഫ് മുസ്ലിയാരുടെ പുതിയൊരു റിയാക്ഷൻ വീഡിയോയിലേക്ക് ഏവർക്കും വെൽക്കം. പ്രത്യേകിച്ച് നമ്മുടെ പേരോട് കുഞ്ഞാടുകൾക്ക് സുസ്വാഗതം. ഞാൻ ഇന്നലെ നമ്മുടെ നൗഷാദ് ഹസനിയുടെ ഒരു പ്രഭാഷണം കേട്ട് അല്ലാഹു റബ്ബി, ഞാൻ ആലോചിച്ച് പോകുന്നത്, ചുമ്മാതാണോ ബഹുമാനപ്പെട്ട നൗഷാദ് ഹസനിയെ ഈ വഹാബി പേരോട് പുറത്താക്കണമെന്നും ആഗ്രഹിച്ചത്? അതുപോലല്ലേ അറുത്ത് മുറിച്ച് അളന്ന് തൂഫാനാക്കി. ഇപ്പോൾ അഇസ്സൽ ഇസ്ലാമയ്ക്കകത്ത് കുടുങ്ങിക്കിടക്കാൻ സാധു. ഇപ്പം AP കൂടാരം മുതലക്കണ്ണീര് കൊണ്ട് ഒരു കടൽ വെള്ളമായി മാറിയിരിക്കുന്നു എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ ആദർശം കൊണ്ട് തോൽപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തൂറി തോൽപ്പിക്കാന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞാനൊരു ചെറിയൊരു വീഡിയോയുടെ ക്ലിപ്പ് കാണിച്ചു തരാം, കേട്ടോ. കുഞ്ഞയമത് തെറിയുമായി വന്നു ഇന്ന് വായക്കാട് തീ കൊളുത്തിടും. തെറിയുടെ ഇന്ന് വായക്കാട് തീ കൊളുത്തിടും. ദുബായിൽ നിന്ന് തെറിയുമായി കുഞ്ഞയമത് വന്നു ഇന്ന് വായക്കാട് തീ കൊളുത്തും. തെറിയുടെ ഇന്ന് വായക്കാട് തീ കൊളുത്തും. കേട്ടില്ല? എത്ര നിലവാരമില്ലാത്ത ഇതിനെയൊക്കെയാണോ ഇവന്മാർ കൊണ്ടു നടക്കുന്ന AP ക്കാർ? ഭയങ്കര മറുപടിയാണ്, ഞഞ്ഞാവിഞ്ഞാം മറുപടി ഇല്ലേ. നൗഷാദ് ഹസനി പറയുന്നത് പോലെ ആധികാരികമായി കിതാബ് വെച്ച് തെളിയിക്കാൻ പറ്റിയ ഏതെങ്കിലും ആണുങ്ങളപ്പുറത്തോട്ടെങ്കിൽ വാ ബാ 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 വെൽക്കം വാ. ആരുമില്ല. എത്ര നാളുകൊണ്ട് വിളിക്കുന്നു. ഉസുറും പൊളിയില്ലാത്ത ആൾക്കാർ തന്നെ. എന്നിട്ട് കുറേ കാട്ടുമാക്കന്മാരും കുറേ ആൾക്കാരെല്ലാം കൂടെ കിടന്നൊന്ന് പയറ്റാമെന്നും പറഞ്ഞു വന്നതാണ്. LBW തോറ്റുപോയി. ഇപ്പോൾ അഇസ്സൽ ഇസ്ലാമിക്ക് നിങ്ങൾക്ക് ആർക്കാ മറുപടി പറയാൻ പറ്റിയതിന്? ഒന്ന് കേട്ടില്ലെങ്കിൽ ഒന്ന് കേട്ട് നോക്ക്, ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. എന്ന് ചില കൂടുതൽ അറിവില്ലാത്ത ആളുകൾ പ്രാർത്ഥിച്ചു പോകാറുണ്ട്. വാസ്തവത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, സുന്നികൾ ശിർക്ക് ചെയ്യുന്നവരാണെന്ന് വാദിച്ച പുത്തൻവാദികൾ ഉണ്ടാക്കിയ ഈ സുന്നികളെ നശിപ്പിക്കാൻ വേണ്ടി അവരുണ്ടാക്കിയ, കാരണം അവരുടെ ഭാഷയിൽ അഇസ്സൽ ഇസ്ലാം എന്ത് പച്ചക്കള്ളമാണ് ഈ വഹാബി പറഞ്ഞത്. പച്ചക്കള്ളമെന്ന് പറഞ്ഞാൽ പച്ചക്കള്ളം. ഏത് മനുഷ്യനും, ഒന്നും വലിയ കിതാബൊന്നും വേണ്ട, ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലല്ലേ ആ ചങ്ങായി പറഞ്ഞത്. ഇത് ഏതോ മുജാഹിദുകാർ സുന്നികളെ മേൽ വെച്ച് കെട്ടിയ ഒരു പ്രാർത്ഥനയാണ്, സുന്നികൾക്കെതിരെ നടത്തിയ ഒരു പ്രാർത്ഥനയാണ്. ഇത് നടത്താൻ പാടില്ല, ഇത് വിവരം കുറഞ്ഞ ആൾക്കാർ നടത്തുന്നതാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞില്ലേ. പിന്നെ അദ്ദേഹം നടത്തിയത് നിങ്ങൾ പശ്ചാത്തപിച്ച് കേട്ട പശ്ചാത്തപം യഥാർത്ഥ പശ്ചാത്തപമല്ല, ഇബ്നു തൈമിയ്യയുടെ പശ്ചാത്താപം. ഞാനിന്ന് കാണിച്ചു തരാം. കാര്യം അദ്ദേഹം സമ്മതിക്കുന്നില്ല. ഇത് നാവ് പിഴവ് സംഭവിച്ചു ഏതാണപ്പാ, കേട്ടോ നിങ്ങൾ. എതിരാളികളെ പ്രകോപിപ്പിക്കുന്ന ശൈലിയിൽ സംസാരിക്കാനും പാടില്ല, പ്രാർത്ഥിക്കാനും പാടില്ല, തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വിധത്തിൽ പ്രാർത്ഥിക്കാനും പാടില്ല. അത് അറബിയിലും മലയാളത്തിലും രണ്ടിയാരിയൊന്നുമില്ല. മലയാളത്തിൽ പ്രാർത്ഥിക്കുന്നതിനെയാണ് അറബിയിലും പ്രാർത്ഥിക്കുക, അറബി പ്രാർത്ഥിക്കുന്നതിനെയാണ് മലയാളത്തിലും പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോടാണ്. അള്ളാഹുവിന് എല്ലാ ഭാഷയും തുല്യമാണ്. സുഹൃത്തുക്കളെ, ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ആരെങ്കിലും എവിടെങ്കിലും സുബ്ഹാനല്ലാഹ് അതിന്റെ ചില ഭാഗങ്ങൾ എടുത്ത് അതിന്റെ വിശദീകരണം മനസ്സിലാക്കാതെ ഒരു പ്രസംഗത്തിന്റെ ഒരു ഭാഗം എടുത്ത് സുബ്ഹാനല്ലാഹ് അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, നമ്മളെ ഇമാമിങ്ങൾ, നമ്മളെ പണ്ഡിതന്മാർ ദ്വാരക്കാറില്ലേ എന്നൊക്കെ ചോദിച്ച് ചിലരിങ്ങനെ അതിങ്ങനെ മുറിച്ചിടുന്ന കുറെ ആൾക്കാരുണ്ട്. വെറുതെ മുറിച്ചിടാൻ നിൽക്കണ്ട, ഞാൻ തന്നെ ദ്വാരുന്ന ഉണ്ടാവും. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ എന്ന ദുആ അതൊരിക്കലും പൊതുവെ മൊത്തത്തിൽ ബഹുദൈവവിശ്വാസികൾക്കെതിരെയുള്ള ദുആയാണെന്ന് നാം മനസ്സിലാക്കാൻ പാടില്ല. അത് ജാഹിദുൽ കുഫാറ എന്ന് പറഞ്ഞ സ്ഥലത്തും. അതുകൊണ്ട് എൻ്റെ സുന്നി പ്രവർത്തകരായ സാധുക്കളായ മക്കളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ ചങ്ങായിയുടെ കൂടെ കൂടി
ആഖിബത്ത് നഷ്ടപ്പെടുത്തല്ലേ. നിങ്ങൾക്ക് സാവിയത്ത് സൂഫിയുടെ വാതായനം ഏതു സമയവും മലർക്കെ തുറന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് വരാം, നിങ്ങളുടെ ആഖിബത്ത് നന്നാക്കാം, നിങ്ങളുടെ ശരീഅത്ത് നന്നാക്കാം. ഈ കപടന്മാരോടൊപ്പം കൂടിപ്പോകല്ലേ. മനസ്സിലായോ? ഇത് നമ്മുടെ ഈ ഒരു കാട്ടുമാക്കാനും അതുപോലെ ഒരു മജീദ് ഹസനിയും ഇവർക്കൊക്കെ ബാധകമാണ്. അവരൊക്കെ നന്നാകട്ടെ, നന്നായി വരട്ടെ. ഇന്നത്തേക്ക് തൽക്കാലം ഞാൻ വിട. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.